ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9 മുതൽ 12 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് പുതിയതായിട്ട് എന്തെല്ലാം ഫുഡ് കൊടുത്തു തുടങ്ങാമെന്നുള്ളതാണ്. 6, 7, 8 മാസങ്ങളിൽ എന്തൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. വീഡിയോയിലേക്ക് കിടക്കും മുമ്പ് ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ ഫുഡിൻ്റെ കൺസിസ്റ്റൻസി എങ്ങനെ ആയിരിക്കണമെന്ന് പറയാം. നമ്മൾ ഇതുവരെ സ്മൂത്തായിട്ടുള്ള പ്യൂരീസ് കുറുക്കുകളൊക്കെയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇനി മുതൽ മിക്സിയിൽ അരച്ചിട്ടോ ബ്ലെൻഡ് ചെയ്തിട്ടോ കൊടുക്കാതെ കൈകൊണ്ട് ഉടച്ചോ സ്പൂൺ വെച്ചോ ഒക്കെ ഉടച്ചിട്ട് ചെറിയ തരികളോടുകൂടി കൊടുക്കാനായിട്ട് ശ്രമിക്കാം. ആദ്യമൊക്കെ കുഞ്ഞ് കഴിച്ചു എന്ന് വരില്ല. കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ വളരെ ചെറിയ ക്വാണ്ടിറ്റിയെ കഴിക്കത്തുള്ളായിരിക്കും. എന്നാലും കുഴപ്പമില്ല, അങ്ങനെ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെയിലി ചെറുതായിട്ട് കൊടുത്ത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പതിയെ പതിയെ അത് റെഡിയായിട്ട് വരും. അപ്പോൾ 9-ാം മാസം മുതൽ പുതിയ ഏതൊക്കെ ഫുഡ് കുഞ്ഞിൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം. 9-ാം മാസം മുതൽ സിട്രിക് ഫ്രൂട്ട്സുകളായ ഓറഞ്ച്, സ്ട്രോബെറി, ബ്ലൂബെറി, മാതളം, നാരങ്ങ, തണ്ണിമത്തൻ തുടങ്ങിയ ഫ്രൂട്ട്സുകൾ കൊടുത്തു തുടങ്ങാം. 9 മാസത്തിന് മുൻപാണെങ്കിൽ വളരെ ചെറിയ അളവിൽ കൊടുക്കാം. ഇനി 12 മാസം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ എല്ലാ ഫ്രൂട്ട്സും കുഞ്ഞിന് കൊടുക്കാം, ഒന്നും ഒഴിവാക്കേണ്ടതില്ല. 9-ാം മാസം മുതൽ കൊടുക്കാവുന്ന വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവർ, മഷ്റൂം തുടങ്ങിയ വെജിറ്റബിൾസും കൊടുത്തു തുടങ്ങാം. ബ്രൊക്കോളി, ക്യാബേജ്, കോളിഫ്ലവറിലൊക്കെ ധാരാളം ഗ്യാസ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് 9 മാസത്തിന് മുൻപേ കൊടുക്കണ്ടെന്ന് പറയുന്നത്. 9 മാസത്തിന് ശേഷം ഈ ഗ്യാസ് അടങ്ങിയ വെജിറ്റബിൾസും കുഞ്ഞിന് കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോ 9 മാസം മുമ്പേ കൊടുക്കുകയാണെങ്കിൽ അതിന് ജ്യൂസ് മാത്രമായിട്ട് കൊടുക്കാം. 1 വയസ്സിന് ശേഷം കുഞ്ഞിന് എല്ലാ വെജിറ്റബിൾസും കൊടുക്കാം, ഒന്നും തന്നെ ഒഴിവാക്കേണ്ടതില്ല. 9-ാം മാസം മുതൽ ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ വിവിധ ധാന്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് നന്നായിട്ട് കഴുകി ഉണക്കി പൊടിച്ച് അതുകൊണ്ട് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഏതെങ്കിലും 1-2 ധാന്യങ്ങൾ കൊണ്ടുള്ള കുറുക്കുകൾ മാത്രം കൊടുക്കാതെ എല്ലാ ധാന്യങ്ങൾ കൊണ്ടുള്ള കുറുക്കുകൾ തയ്യാറാക്കി കൊടുക്കുന്നതാണ് ഈ മാസം മുതൽ ഇതിൻ്റെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ലഭിക്കാൻ നല്ലത്. പലരുടെയും ഒരു സംശയമാണ് മീൻ കൊടുക്കാമോ ഇറച്ചിയൊക്കെ കൊടുക്കാമോ എന്നൊക്കെയുള്ളത്. 9 മാസം മുതൽ കുഞ്ഞിന് മീൻ കൊടുത്തു തുടങ്ങാം. കൊടുക്കുമ്പോൾ മുള്ളില്ലാത്ത മീൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ ചെറിയ അളവിൽ കൊടുക്കുക, പിന്നീട് അളവ് കൂട്ടി കൊടുക്കുക. ഡെയിലി മീൻ കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെയാണ് 9-ാം മാസത്തിൽ കുഞ്ഞിൻ്റെ ഫുഡിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. ഇനി 10-ാമത്തെ മാസം എന്തൊക്കെ ഫുഡ് കൊടുക്കാമെന്ന് നോക്കാം. 10-ാം മാസം മുതൽ കുഞ്ഞിനെ ഫാമിലി പോർട്ട് ഡയറ്റിങ്ങിലേക്ക് കൊണ്ടുവരണം. അതായത് നമ്മൾ രാവിലെ കഴിക്കുന്ന ദോശ, ഇഡ്ഡലി, ഉപ്പുമാവ്, ഇടിയപ്പം ഇതൊക്കെ വളരെ ചെറിയ അളവിൽ കുഞ്ഞിന് കൊടുത്തു തുടങ്ങാം. ഇനി ഉച്ചയ്ക്ക് നിങ്ങൾ ചോറാണ് കഴിക്കുന്നതെങ്കിൽ ചോറും അത് എന്തൊക്കെ കറികളുണ്ടോ ആ കറികളെല്ലാം കൂട്ടി കുഞ്ഞിന് കൊടുക്കാനായിട്ട് നോക്കാം. രാത്രി എന്താണോ കഴിക്കുന്നത് അത് നിങ്ങളെ കുഞ്ഞിനെ കൊടുക്കാനായിട്ട് നോക്കുക. അങ്ങനെ ഒരു ഫാമിലി പോർട്ട് ഡയറ്റിങ്ങിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. 1 വയസ്സാകുന്നതോടുകൂടി കുഞ്ഞ് പക്ക ഫാമിലി പോർട്ട് ഡയറ്റിങ്ങിൽ തന്നെ ആയിരിക്കണം. അതായത് കുഞ്ഞിന് എല്ലാ ഭക്ഷണങ്ങളും സെപ്പറേറ്റ് കുക്ക് ചെയ്യേണ്ടി വരരുത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ തന്നെ വേണം കുഞ്ഞ് കഴിക്കാനായിട്ട്. ഇടനേരങ്ങളിൽ കുഞ്ഞിന് കുറുക്കുകളോ ബനാന പുഴുങ്ങിയിട്ടോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. എന്നാൽ എല്ലാ മീൽസും സെപ്പറേറ്റ് ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാതെ നമ്മൾ കഴിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരണം. എന്നാൽ ചില കുഞ്ഞുങ്ങൾ 1 വയസ്സ് കഴിഞ്ഞാലും അവർ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാനായിട്ട് താല്പര്യം കാണിക്കില്ല. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യുക. അവരതിന് തയ്യാറായിട്ടുണ്ടാവില്ല. നിങ്ങൾ പതുക്കെ അവർക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. പതിയെ അത് റെഡി ആയിട്ട് വന്നോളൂ. അപ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് കുഞ്ഞിന് ഉപ്പ് കൊടുക്കാമോ എന്നുള്ളത്. 1 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് വളരെ ചെറിയ അളവിൽ മാത്രമാണ് ഉപ്പ് കൊടുക്കാൻ പാടുള്ളൂ. നമ്മളുണ്ടാക്കുന്ന കുറുക്കുകൾ, പ്യൂരീസ് അങ്ങനെ എല്ലാത്തിലും ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല.
എന്നാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കറികൾ, ബ്രേക്ക്ഫാസ്റ്റ് അതിലൊക്കെ വളരെ ചെറിയ അളവിലായിരിക്കും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുള്ളത്. അത് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഈ ദോശ, ഇഡ്ഡലി, ഉപ്പുമാവ് ഇതൊക്കെ കുഞ്ഞ് വളരെ കൂടുതൽ അളവിൽ കഴിച്ചു എന്ന് വരില്ല. ആദ്യം കൊടുക്കുമ്പോൾ വളരെ ചെറിയ അളവിൽ മാത്രമേ കഴിക്കത്തുള്ളൂ, സാരമില്ല. കുഞ്ഞ് വയറ് നിറച്ച് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ബാക്കി കുറുക്കുകളൊക്കെ കൊടുത്ത് ഫുൾഫിൽ ചെയ്യുക. എന്നാലും നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്ന ആഹാരങ്ങൾ ഡെയിലി കൊടുത്ത് ശീലിപ്പിക്കുക. 10ാം മാസം കംപ്ലീറ്റ് ആകുന്നതോടുകൂടി കുഞ്ഞിൻ്റെ ഫുഡിൽ നട്ട്സ് ആഡ് ചെയ്യുക. നട്ട്സ് കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വളരെ നല്ലതാണ്, വെയ്റ്റ് ഗെയിനും വളരെ നല്ലതാണ്. ബദാം, കാഷ്യൂനട്ട്, വാൾനട്ട് ഈ നട്ട്സുകളാണ് 10ാം മാസം മുതൽ കൊടുത്തു തുടങ്ങേണ്ടത്. നട്ട്സ് വറുത്ത് പൊടിച്ച് കുറുക്കിലൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സിൽ ധാരാളം പ്രോട്ടീൻ, സിങ്ക്, മഗ്നീഷ്യം ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിനും വളർച്ചയ്ക്കും നട്ട്സ് ഡെയിലി ബേസിസിൽ കുഞ്ഞിൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. 11ാം മാസം മുതൽ കുഞ്ഞിന് ചിക്കനും കൊടുത്തു തുടങ്ങാം. 12ാം മാസം മുതൽ ബീഫ് കൊടുത്തു തുടങ്ങാം. ശ്രദ്ധിക്കേണ്ട കാര്യം, ചിക്കനും ബീഫും ഒക്കെ ആദ്യമായിട്ട് കൊടുക്കുമ്പോൾ വളരെ കുറച്ചളവിൽ മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടാതെ ചിക്കനും ബീഫും ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് വേണം കൊടുക്കാനായിട്ട്. നമ്മൾ കൈകൊണ്ട് ഉടയ്ക്കുമ്പോൾ നന്നായിട്ട് ഉടഞ്ഞു പോകുന്ന പാകത്തിൽ കുക്കായി കിട്ടണം, അങ്ങനെ വേണം കൊടുക്കാനായിട്ട്. ഇതൊക്കെയാണ് 9 മുതൽ 12 മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ ഡയറ്റിൽ പുതിയതായിട്ട് ഉൾപ്പെടുത്താവുന്ന ഫുഡുകൾ. 6 മുതൽ 12 മാസത്തിനിടയിൽ കുഞ്ഞിന് നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും കൊടുക്കണമെന്നാണ്. എന്നാൽ കൊടുക്കേണ്ട മാസത്തിലും അതിൻ്റെ അളവിലും കൊടുത്താൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ദഹനം നടക്കത്തുള്ളൂ. ഈ 6 മുതൽ 12 മാസം വരെയും 3 ഡേ വെയ്റ്റ് റൂൾ ഫോളോ ചെയ്യണം. ഇനി 9 മുതൽ 12 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് എത്ര നേരം ഭക്ഷണം കൊടുക്കണമെന്ന് പറയാം. ദിവസത്തിൽ 5 തവണ വരെ കുഞ്ഞിന് ഫുഡ് കൊടുക്കാം. 5 തവണ എന്നുള്ളത് തികച്ചും ഓപ്ഷണലാണ്. എന്നാൽ 3 നേരം നിർബന്ധമായിട്ടും കൊടുക്കണം. അതായത് രാവിലെ, ഉച്ചയ്ക്ക്, രാത്രി ഈ 3 നേരം നിർബന്ധമായിട്ടും ഫുഡ് കൊടുക്കണം. ഇടയ്ക്കുള്ള സമയം 11 മണിക്കും വൈകുന്നേരത്തുള്ള സമയത്തും ഏതെങ്കിലും സ്നാക്സ് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. സ്നാക്സായിട്ട് എന്തെങ്കിലും ഫ്രൂട്ട്സോ, വെജിറ്റബിൾ പ്യൂരീസോ, ബനാന പുഴുങ്ങിയിട്ടോ, മുട്ട പുഴുങ്ങിയിട്ടോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ജ്യൂസായിട്ടോ ഒക്കെ കൊടുക്കാം. അല്ലാതെ ഇതൊന്നും അല്ലാതെ ഫോർമുല മിൽക്ക് അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്ക് ആണ് കൊടുക്കുന്നതെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വരുവരെ ബൈ.